അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു കോമിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ടൈം ട്രാവൽ യാത്രയെക്കുറിച്ചാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ലാസ്റ്റ് പോർഷനാണിത്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക എല്ലാ സ്റ്റോണുകളും അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ട് ടൈം ട്രാവൽ ചെയ്ത് വെക്കുന്നതാണ് ഇതിൻ്റെ പ്ലോട്ട്. പക്ഷെ നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഇതൊരു സിനിമയായിരുന്നെങ്കിൽ, ഈ സിനിമയുടെ പേര് ക്യാപ്റ്റൻ അമേരിക്ക ഓൺ എ ലാസ്റ്റ് മിഷൻ എന്നായിരുന്നെങ്കിൽ, വാട്ട് ഇഫ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ അത് അത്യാവശ്യം ക്യാപ്റ്റൻ അമേരിക്ക തന്നെ ഒരു ട്രിബ്യൂട്ടായൊരു സിനിമയായി മാറിയേനെ. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഫാൻസിന് വളരെയധികം ഹാപ്പിയാക്കിയേനെ. ആദ്യം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ന്യൂയോർക്ക് സിറ്റി 2012 പോവുകയാണ്. എന്നിട്ട് ഏൻഷ്യൻ 1 ടൈം സ്റ്റോൺ തിരികെ നൽകുന്നു. രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വില്ലനായ റെഡ് സ്കള്ളിനെ വീണ്ടും മീറ്റ് ചെയ്യുന്നു. സോൾ സ്റ്റോണും കൊടുക്കുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു കാര്യം കാണുന്നുണ്ട്, നട്ടാഷയുടെ ഡെഡ് ബോഡി. അതുകൊണ്ട് അദ്ദേഹം ഇമോഷണൽ ആകുന്നു. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ അമേരിക്ക നേരെ നമ്മുടെ ബോധം കിട്ട 2012 ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ മൈൻഡ് സ്റ്റോൺ തിരികെ നൽകുന്നു. അങ്ങനെ 2014 മൊറാഗിൽ പോയിട്ട് അദ്ദേഹം പവർ സ്റ്റോണും തിരികെ നൽകുന്നുണ്ട്. അദ്ദേഹം തോറിനെ കണ്ടതിന് ശേഷം ഈത്തർ, അതിനുള്ളിൽ റിയാലിറ്റി സ്റ്റോണാണ്, അത് തിരികെ നൽകുന്നു. അടുത്തതായി അദ്ദേഹം സ്പേസ് സ്റ്റോൺ തിരികെ വയ്ക്കുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം പെഗ്ഗി കാർട്ടറിനെ ആ ഒരു ടൈം ലൈനിൽ കണ്ടുമുട്ടി. അവസാനം അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു. എന്നിട്ടാണ് അദ്ദേഹം ടൈം ട്രാവൽ ചെയ്ത് തിരികെ എത്തുന്നത്. ഇത് ബക്കി ബാൺസിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ടൈം ട്രാവൽ ആ ഒരു പോർട്ടലിൽ നോക്കാത്തത്. അദ്ദേഹം ആണ് ഏറ്റവും ആദ്യം ഓൾഡായിട്ടുള്ള സ്റ്റീവ് റോജേഴ്സിനെ കണ്ടത്. ഇത് ഈ സിനിമയിലെ ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ ഷീൽഡ് സാം വിൽസന് നൽകുന്നത്. അതായത് സാം വിൽസൺ അടുത്ത ക്യാപ്റ്റൻ അമേരിക്കയായി മാറിയിരിക്കുന്നു.